ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവസരമൊരുക്കി തന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മെ ജ്ഞാനത്താലും വിവേകത്താലും ഒക്കെ നിറയ്ക്കുന്നത് നമ്മുടെ ദൈവമാണ്. മനുഷ്യന് ദൈവം നൽകുന്ന ജ്ഞാനവും വിവേകവും ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ച് മനുഷ്യർ പകർന്നു തരുന്ന ലഭിക്കുന്ന ജ്ഞാനവും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യർ അവരുടെ അനുഭവ സമ്പത്ത് കൊണ്ട് പകർന്നു തരുമ്പോൾ ദൈവം തൻ്റെ അളവില്ലാത്ത ജ്ഞാനത്താൽ പകർന്നു തരുന്ന ജ്ഞാനത്തിന് വലിയ വിലയുണ്ട്. അത്തരത്തിൽ ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച ലോകത്തിലെ ഏറ്റവും മഹാനായ വ്യക്തിയാണ് ശലോമോൻ. ശലോമോനെ ദൈവം തൻ്റെ ജ്ഞാനത്താലും വിവേകത്താലും സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ആ ശലോമോൻ മനുഷ്യരായ നമുക്ക് വേണ്ടി ദൈവത്തിന് ലഭിച്ചതായ ആ ഉപദേശങ്ങൾ സദൃശ്യവാക്യങ്ങളായി സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. 3000-ലധികം സദൃശ്യവാക്യങ്ങൾ ശലോമോൻ രചിച്ചുവെന്നാണ് നമുക്ക് പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് വായിക്കുവാൻ സാധിക്കുന്നത്. ഇതാ സദൃശ്യവാക്യം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ശലോമോൻ പറയുന്നു, ജ്ഞാനികളോടുകൂടെ നടക്കുക, നീയും ജ്ഞാനിയാകും. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. സ്തോത്രം. ജ്ഞാനികളോട് കൂടെ നടക്കുക എന്നാൽ നീയും ജ്ഞാനിയാകും എന്ന് പറയുമ്പോൾ നമ്മുടെ സഹകരണം, കൂട്ടുകെട്ട് ആരുടെ കൂടെയാകുന്നുവോ അവരെപ്പോലെ ആയിത്തീരും അവരുടെ കൂടെ നടക്കുന്നവരും. ധാരാളം ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുവൻ എങ്ങനെയാകുന്നുവെന്ന് അറിയണമെങ്കിൽ അവൻ്റെ കൂട്ടുകാരാരാണെന്ന് പരിശോധിച്ചാൽ മതിയെന്നാണ്. 100% സത്യമായ കാര്യമാണ്. കാരണം നമ്മുടെ കൂട്ടുകാർ നല്ലവരാണെങ്കിൽ നമ്മുടെ ജീവിതവും നല്ലതായിരിക്കും. അതല്ല, തെറ്റായ ജീവിത രീതികളെ അവലംബിക്കുന്നവരാണ് കൂട്ടുകാരെങ്കിൽ നാമും അതേ തെറ്റായ ജീവിത രീതികൾ അവലംബിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് അരക്കിട്ടുറപ്പിച്ച് ശലോമോൻ പറയുകയാണ്, ജ്ഞാനികളോടുകൂടെ നടക്കുക എന്നാൽ നീയും ജ്ഞാനിയായിത്തീരും. അതെ, പല യുവാക്കൾക്കും പറ്റിപ്പോയ അബദ്ധം താൽക്കാലികമായ ഒരു സന്തോഷത്തിന് വേണ്ടി കൂട്ടുകാരുമായി ചേർന്ന് തുടങ്ങി വെച്ച ചില വസ്തുക്കളുടെ ഉപയോഗം അവരെ നിത്യമായ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനിടയായി തീർന്നു. ധാരാളം സംഭവങ്ങൾ നമുക്കറിയാം. തമാശന് വേണ്ടി തുടങ്ങിയതാണ്. മദ്യമായാലും മയക്കുമരുന്നായാലും ലഹരി മരുന്നുകളായാലും ഇതെല്ലാം എല്ലാ യുവാക്കളും ഒരു രസത്തിന് വേണ്ടി തുടങ്ങുന്നതാണ്, ഒരു തമാശന് വേണ്ടി തുടങ്ങുന്നതാണ്. എന്നാൽ അത് ഒടുവിൽ അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ കഴിയാതെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ നരകിച്ച് മറ്റുള്ളവരെ നരകിപ്പിച്ച് ജീവിതം നരകതുല്യമാക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എത്രയോ കുടുംബങ്ങൾ ഈ കൂട്ടുകാർ നിമിത്തം, തെറ്റായ കൂട്ടുകെട്ടുകൾ നിമിത്തം തകർന്നു പോയിട്ടുണ്ടെന്ന് നമ്മുടെ ചുറ്റുപാടുകളൊന്ന് പരിശോധിച്ചാൽ മാത്രം മതി. സ്തോത്രം. എന്നാൽ നല്ല കൂട്ടുകാരെ ലഭിക്കുന്ന ഒരു യുവാവ് വളരെയധികം ഭാഗ്യമുള്ളവനാണ്. സ്തോത്രം. നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർ ആരായിരിക്കണമെന്ന് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. സ്തോത്രം.
ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരും ദൈവവചനപ്രകാരം ജീവിക്കുന്നവരും അങ്ങനെ അധികമൊന്നും തെറ്റുകളിൽ പോയി അകപ്പെടുന്നതായി കാണുവാൻ സാധിക്കുന്നില്ല. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവർ ദൈവത്തെ ഭയപ്പെടും. ആ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അവർക്കറിയാം ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി ദിവസത്തിൽ ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അവിടെ നമ്മുടെ വക്കാലത്ത് പിടിക്കുവാൻ ഈ ലോകത്തിലെ ഒരു അഡ്വക്കേറ്റും വരികയില്ല. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ ന്യായവിധി ദൈവത്തിൻ്റെ കോടതിയിൽ നടക്കുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ എല്ലാവരും നിൽക്കേണ്ടതാകുന്നുവെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അത് നമുക്ക് മനസ്സിലൊരു ഭയമുണ്ടാകും അങ്ങനെ വായിക്കുമ്പോൾ. ന്യായാസനം, ന്യായവിധി, അതെ പ്രിയപ്പെട്ടവരെ, അതൊന്നും ഒരു തമാശയായ കാര്യങ്ങളല്ല. ഈ ലോകത്തിൽ കോടതിയും ന്യായാസനങ്ങളും ഉണ്ടെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ കോടതിയും ന്യായാസനവും ഉണ്ട്. യാതൊരു സംശയം വേണ്ട. ഈ ലോകത്തിലെ ജീവിതത്തെ ന്യായം വിധിക്കുന്നത് ദൈവമാണ്. ദൈവമാണ് നമുക്ക് നല്ലൊരു ആയുസ് നൽകി ലോകത്തിലേക്ക് അയച്ചത്. ആ ആയുസ് നാം എങ്ങനെ വിനിയോഗിച്ചുവെന്ന് നിശ്ചയമായും ദൈവത്തിന് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ ജീവിതം ഒരു ചെറിയ കാലഘട്ടം മാത്രമുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വളരെ പരമപ്രധാനമാണ്. അപ്പോൾ അതിനിടയിൽ നാം തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ടുകൾ, നാം അനുവർത്തിച്ചു പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിക്ക് കാരണമായി തീരും. സ്തോത്രം. ആമേൻ. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. അത് ഭോഷന്മാരെന്ന് പറയുമ്പോൾ ദൈവത്തെ ധിക്കരിക്കുന്നവർ, ദൈവത്തെ അനുസരിക്കാത്തവർ, ദൈവമില്ല എന്ന് പറയുന്നവർ, അങ്ങനെയുള്ളവർ വ്യത്യസ്തമായൊരു ജീവിതമാണ് നയിക്കുന്നത്. അവരുടെ കൂടെ കൂട്ടുകൂടുന്നവൻ വ്യസനിക്കേണ്ടി വരും. അതെ, അത് അവൻ മാത്രമല്ല, അങ്ങനെയുള്ളവർ മാത്രമല്ല, അവൻ്റെ വീട്, അവൻ്റെ ബന്ധപ്പെട്ടവർ, അവനുമായി സഹകരിക്കുന്നവരെല്ലാവരും വ്യസനിക്കേണ്ടി വരും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവാക്കളോട് കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചലനമുണ്ടാക്കും. നിങ്ങൾക്കൊരു വ്യത്യാസമായ അനുഭവത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും. തെറ്റായ കൂട്ടുകെട്ടുകളിൽ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. തമാശന് പോലും ലഹരി ഉപയോഗങ്ങൾ പാടില്ല. മദ്യപാനവും മയക്കുമരുന്നും പുകവലിയും ലഹരി ഉപയോഗങ്ങളും ഒക്കെ ജീവിതം നശിപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ജീവിതത്തെ ദൈവത്തിൻ്റെ വചനപ്രകാരം അനുസരിച്ച് ജീവിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ച് നല്ല ഒരു മനുഷ്യനായി ലോകത്തിന് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പല നല്ല കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തിൻ്റെ ഗുണമുള്ളവരായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരാ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ്